അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചോറ് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ഈ ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീഫോ ചിക്കനോ ഫിഷോ ഒന്നും ആവശ്യമില്ല. വെറും നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഉള്ളി തക്കാളി അത്തരം സംഭവങ്ങളൊക്കെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിൽ കൈപ്പങ്ങ ചേർക്കണതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും നമ്മളീ ഒരു റൈസ് കഴിക്കുമെന്നൊക്കെ. ഒരു കയ്പും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി കയ്പില്ലാത്ത ചോറ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കയ്പങ്ങ നമ്മൾ എങ്ങനെയാണ് ചേർക്കണമെന്നും ഇതിൽ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കണമെന്നൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പവും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ എത്ര തിരക്ക് പിടിച്ച സമയത്തും നമുക്ക് വളരെ പെട്ടെന്നൊരു നല്ലൊരു അടിപൊളി ചോറ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിന് 3 കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കപ്പൊക്കെ അളക്കണത് എന്താ വെച്ചാൽ നമുക്ക് ചോറിലേക്ക് വെള്ളം പാകത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ബേജാറാവണ്ട. നമ്മൾ സാധാരണ നമ്മളെല്ലാത്തിനും ചായ കുടിക്കാനൊക്കെ ഉപയോഗിക്കണം ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കപ്പ് അരി ഏകദേശം 3/4 കിലോ അരി ഉണ്ടാവും. ഈ അരി ഏതാണെന്ന് അറിയണ്ടേ? ബസ്മതി റൈസ് ഒന്നല്ല കേട്ടോ, നമ്മൾ ജീരകശാല അരിയാണ്. ഈ അരി വെച്ചിട്ട് ഈ ഒരു ചോറുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീണ്ടും ഈ ഒരു ചോറുണ്ടാക്കി കഴിക്കും കേട്ടോ. ഇനി ബസ്മതി റൈസ് ചെയ്യണ്ട എന്നല്ല, എന്നാലും അതിനേക്കാളൊക്കെ കഴിക്കാൻ ടേസ്റ്റ് ഈ ഒരു ജീരകശാല അരി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ അരി നല്ലോണം കഴുകിയൊക്കെ ഊറ്റി കുറച്ച് സമയം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം എന്ന് പറയാനൊന്നുമില്ല, ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് കഴുകി ഊറ്റി വെച്ചാൽ മതി. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം അളന്നിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കണത്. നിങ്ങൾ ബസ്മതി റൈസൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായ അത്യാവശ്യം വെന്ത് കിട്ടണ ചോറ് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്രയാണോ അരി എടുക്കണത് അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒറ്റ വിസിലൊന്ന് അടുപ്പിക്കട്ടോ. അത്ര പണിയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല എളുപ്പമാണല്ലോ അല്ലേ? എന്നിട്ടാണ് കേട്ടോ നമ്മൾ രണ്ടും കൂടെ പാകം ചെയ്യണത്. അപ്പോൾ കുക്കർ അവിടെ കിടന്ന് കൂക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ ഒരു പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പച്ചക്കറി ഈ ഒരു രീതിയിലുള്ള പച്ചക്കറി തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ പച്ചക്കറി ഉള്ളത് ആ ഒരു പച്ചക്കറികൾ എടുക്കുക. ഇനിയിപ്പോൾ ക്യാപ്സിക്കൊന്നും ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ക്യാപ്സിക്കം കണ്ടിട്ട് ആരും ഇനിയിപ്പോൾ എങ്ങനെ ഈ ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കേട്ടോ. ക്യാപ്സിക്കം ഞാനിപ്പോൾ ഉള്ളപ്പോൾ മാത്രം എടുത്തതാണ്, ഇതില്ലാതെ ഞാൻ ചോറ് വെക്കാറുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഇല്ലാത്തവർ ക്യാപ്സിക്കം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജോ അതല്ലെങ്കിൽ ബീൻസോ അതല്ലെങ്കിൽ നമ്മൾ ഉപ്പേരി വെക്കണ സാധാ നീളം പയറുണ്ടല്ലോ, അച്ചിങ്ങപ്പയർ പോലെ, ആ ഒരു പയറോ ഒക്കെ എടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ പിന്നെ വേണമെങ്കിൽ കുറച്ച് ഇതുണ്ടല്ലോ സോയാബീൻ എടുക്കുക, അതെല്ലാം ഇങ്ങനെ ഗ്രീൻ പീസ് എടുക്കുക, ഒക്കെ ചെയ്യുക. ഇനിയിപ്പോൾ എല്ലാ പച്ചക്കറികളും വേണമെന്നില്ല. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല നിങ്ങളെ വീട്ടിൽ കയ്യല്ലേ, നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണ് ഉള്ളിയും തക്കാളിയും. ആ ഉള്ളിയും തക്കാളിയും കറിവേപ്പിലും കുറച്ച് മല്ലിച്ചപ്പും ഇഞ്ചി വെളുത്തുള്ളി, ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ മല്ലിച്ചപ്പും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ, എന്നാലും ഈ ഒരു ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വെച്ചിട്ടും നമുക്ക് ഈ ഒരു റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സവാളയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത്. 3 കപ്പ് അരി എടുക്കുമ്പോൾ 2 സവാള നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ 3/4 കിലോ അരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. നമ്മളെ വീട്ടിൽ കുറച്ച് ആളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒരു 5-6 ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കിലോ അരി തന്നെ എടുത്തോളൂ കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് നിങ്ങൾക്ക് തികയുള്ളൂ. അല്ല നമ്മളിപ്പോൾ ഒരു 2 കപ്പ് അരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കും ഒരു 2 കപ്പ് അരിയും കൂടി ഇട്ടാൽ
മതിയായിരുന്നു എന്ന് തോന്നും. കാരണം അത്രക്കും ടേസ്റ്റിയാണ് കേട്ടോ. ഇനിയിപ്പം ഒരുപാട് പച്ചക്കറിയിലൊന്നും കാര്യമില്ല, പക്ഷെ പച്ചക്കറി ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ മക്കളൊക്കെ പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ നല്ലൊരു കാര്യമാണല്ലോ. പിന്നെ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ചോറ് കഴിക്കുമ്പോൾ അങ്ങനെ ഓരോ പച്ചക്കറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതാ ഞാൻ ക്യാബേജ് എടുക്കണില്ല കേട്ടോ. ക്യാബേജ് വേണമെങ്കിൽ എടുക്കാം, ഇനി എല്ലാ പച്ചക്കറിയും കൂടി വേണ്ട വിചാരിച്ചിട്ടാണ്. ക്യാബേജ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്യാരറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാബേജ് എടുക്കുമായിരുന്നു. അങ്ങനെ ക്യാബേജും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇപ്പം കൈപ്പങ്ങ, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഞാൻ പകുതിയാണ് ഇട്ട് എടുക്കണുള്ളൂ. അപ്പോൾ 1 കിലോ 1.5 കിലോ അരി വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാപ്സിക്കം തന്നെ എടുക്കുക. പിന്നെ ഈ ഒരു ക്യാപ്സിക്കത്തിലൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. ക്യാപ്സിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ആ റൈസിനൊരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമൊന്നുമല്ല. പക്ഷെ നമുക്കത് ഏതൊരു ചോറുണ്ടാക്കുമ്പോൾ ഈ ഒരു ക്യാപ്സിക്കം ഇട്ടുമ്പോൾ ആ ഒരു ചോറ് നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ചില സംഭവങ്ങളൊക്കെ അങ്ങനെയാണല്ലേ, നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ക്യാപ്സിക്കം ചേർക്കുക. പിന്നെ ക്യാപ്സിക്കമൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണകരമുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ക്യാപ്സിക്കം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഗുണകരം കിട്ടുന്നില്ല വിചാരിച്ചിട്ട് ആരും ചോറുണ്ടാക്കാതിരിക്കരുത് കേട്ടോ, വീണ്ടും പറയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഓവർ ആവണ്ട കേട്ടോ, ഒരു തക്കാളി മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് തൈരോ ഒന്നും ചേർക്കണില്ല കേട്ടോ, കാരണം ഇതിൽ ആ മുട്ടയാണ് ചേർക്കണത്. മുട്ട ചേർക്കണ റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തൈരിൻ്റെ ആവശ്യമില്ല കേട്ടോ. തൈരും മുട്ടയും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നാണല്ലോ അല്ലേ. നമുക്ക് ഒരുപാട് വൈദ്യന്മാരെ അതൊന്നും വൈദ്യശാസ്ത്രമൊന്നും അറിയില്ലെങ്കിലും നമ്മൾ കേട്ടുകേൾവിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പറയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കാത്തത്. അപ്പോൾ തൈര് ചേർക്കണ്ട കേട്ടോ. തൈര് ചേർക്കാതെ കുറച്ച് ചെറുനാരങ്ങ നീരോ സുറുക്കെ അങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് പിന്നെ മല്ലിച്ചപ്പ്, ലേശം മല്ലിയില കേട്ടോ, ഒരു പിടി മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില പിന്നെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏത് സമയത്തും ചിലപ്പോൾ നമുക്കുണ്ടാവും രാവിലെയൊക്കെ ചില ആളുകളൊക്കെ രാവിലെ ഒരുപാട് പരക്കം പായണ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈ ഒരു ചോറ് കഴിക്കട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിക്കുമ്പോൾ രാവിലെ തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മന്ദപ്പും മടിപ്പും ഒക്കെ വരുമല്ലേ. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ രാവിലെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്താലും മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയച്ചാലും ഒന്നും അവർക്കൊരു മടിപ്പും വരില്ല. ഇപ്പം അതുപോലെ തന്നെ എത്ര കഴിച്ചാലും ഒരു മടിപ്പും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു റൈസ് നമ്മൾ ഏത് ബിരിയാണി ആയാലും മന്തി ആയാലൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമാകുമ്പോഴേക്കും ഒരു മന്ദപ്പൊന്ന് വീണ്ടും അതിനെ എടുത്ത് കഴിക്കാൻ മടിയാണല്ലോ അല്ലേ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ, വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ പച്ചമുളകും കട്ട് ചെയ്തു, കൈപ്പങ്ങയും കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കൈപ്പങ്ങ അതാ ഞാനൊരു 4 കഷ്ണമൊക്കെയാണ് എടുത്തിട്ടുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ആ ഒരു കൈപ്പങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് റൈസിലേക്ക് ആ ഒരു കയ്പ്പൊന്നും വരാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ റൈസിലേക്ക് കയ്പ്പ് തീരെ വരാതിരിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ എണ്ണയിലിട്ടൊന്ന് വറക്കണമുണ്ട് കേട്ടോ ആ ഒരു കൈപ്പങ്ങ. അപ്പോൾ അതാ ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയിലേക്ക്. ഇനി ഇതിലാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കുന്നത്. ആ ഒരു ഓയിൽ ചൂടായി വരുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ കടുകും, അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചിയും പച്ചമുളകൊക്കെ കുത്തിച്ചെടുക്കാനുള്ളതാണെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തിച്ചടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം മൂത്ത് വരട്ടെ കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെക്കും, പക്ഷേ ഞാൻ പെട്ടെന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് ഇത് കരിയും എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാറുണ്ട് കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേക ഒരു ടേസ്റ്റുള്ള ചോറായതുകൊണ്ട് തന്നെ ഇനി കരിയിച്ച് കളയണ്ട കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ക്യാപ്സിക്കും കൈപ്പങ്ങയും ഇത് രണ്ടും കൂടെ നല്ലോണം എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈപ്പങ്ങയുടെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടട്ടോ. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു കൈപ്പങ്ങൻ്റെ അരഭാഗം ഒക്കെയാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ചോറിന് നേരിട്ട് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ കയ്പ്പ് ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എടുക്കട്ടോ. പക്ഷെ നമുക്ക് ചോറിൽ കയ്പ്പ് ടേസ്റ്റ് വരുമ്പം അത് വേറെ. പക്ഷെ നമ്മൾ എത്ര കൈപ്പങ്ങ ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും ചോറിലേക്ക് നമ്മൾ ഈ ഒരു റൈസിലേക്ക് ഒരു ടേസ്റ്റ് വന്നാൽ റൈസ് വലിയൊരു രസം തോന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 4 കഷ്ണമൊക്കെ എടുക്കുക. 4 കഷ്ണമാകുമ്പോൾ നമ്മളെ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ ഒരു സവാളയും ഇട്ടുകൊടുക്കാം, ക്യാപ്സിക്കും അതുപോലെ തന്നെ നമ്മളെ കൈപ്പങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. വഴന്ന് പറഞ്ഞാൽ ആ ഒരു കയ്പ്പൊന്ന് പുറത്തേക്ക് ചാടാതിരിക്കാനുള്ള ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഇതിലേക്ക്
നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ സവാള കട്ട് ചെയ്ത് ചേർത്ത് വെച്ചത്. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക, ക്യാരറ്റ്. ചില സമയത്തൊന്നും എനിക്ക് ക്യാരറ്റും ബീട്രൂട്ടും തമ്മിൽ മാറിപ്പോവും. അതാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വഴപ്പിയത് കേട്ടോ. പറയാൻ എന്താ വെച്ചാൽ ചില വീഡിയോയിലൊക്കെ ഉണ്ട് ഞാൻ ക്യാരറ്റിന് ബീട്രൂട്ടെന്നും പറഞ്ഞിട്ടുണ്ട്, ബീട്രൂട്ടിന് ക്യാരറ്റെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റും നമ്മളെ കളിയാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ കളിയാക്കി വരികയെന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് കളിയാക്കി പോകും. കാരണം എന്താ വെച്ചാൽ ക്യാരറ്റിന് ബീട്രൂട്ടിന് ക്യാരറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. എനിക്ക് അങ്ങനെയാണ്, വേഗം മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഒരു എന്തോ പോരായത്. അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റും എല്ലാം നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മുടെ തക്കാളി ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കൂടുതൽ തക്കാളി ആയാൽ നമുക്ക് ഈ ഒരു ചോറ് ഒരു പശ പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ തക്കാളിയുടെ അളവ് കൂട്ടാത്തത്. അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കട്ടോ. അപ്പോഴേക്കും ഇത് എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. നമുക്ക് ഏത് സമയം വൈകണ സമയത്തും നമ്മുടെ മക്കൾക്കൊക്കെ എത്ര കഴിച്ചാലും മതി വരാത്തൊരു റൈസാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ജീരകശാല അരിയൊന്നും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പച്ചരി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത ആ പൊടി എന്താ വെച്ചാൽ നമ്മുടെ പാൽക്കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, നമ്മൾ സാധാരണ മുളക് പൊടി ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഇതുപോലെ 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു റൈസിന് നല്ലൊരു റെഡ് കളർ കിട്ടാനും കൂടെയാണ് കേട്ടോ. ഒരുപാട് റെഡ് കളർ വേണ്ട, എന്നാലും ചെറുതായിട്ടൊരു റെഡ് കളർ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണല്ലേ കാണാൻ, എന്നാലോ എരിവേറ്റ് കൂടില്ല. അപ്പോൾ ഇതാ പിന്നെ ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കൂടി പോകണ്ട കേട്ടോ. 3 കപ്പ് അരിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആകുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലപ്പൊടി ചേർക്കണില്ല കേട്ടോ. ഗരം മസാലപ്പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയും ഗരം മസാലയും രണ്ടും കൂടെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളെ ചോറിന് ഒരു കുത്ത് ടേസ്റ്റ് വരും. അപ്പോൾ ഏതാണോ നമുക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ഗരം മസാലയേക്കാളും ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഈ മല്ലിപ്പൊടിൻ്റെയും മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ചിക്കൻ മസാലേൻ്റെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതാ പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില ഈ 3 സംഭവങ്ങളും ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ സംഭവങ്ങളെല്ലാം വേവിച്ച് ഒന്ന് മൂടി വെച്ച് ഉള്ളി തക്കാളി എല്ലാം മൂടി വെക്കുന്ന സമയത്ത് ഇതുപോലെ പച്ചമുളകും മല്ലിച്ചപ്പും കറിവേപ്പും ഇട്ട് മൂടി വെച്ചാൽ അതിൻ്റെ ആ ഒരു പച്ചച്ചപ്പൊക്കെ പോയി ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. ടേസ്റ്റ് കുഴപ്പമില്ല, എന്നാലും നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വേവരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളൊരു മീൻ കറി ഉണ്ടാക്കണമെന്ന് വെച്ചോളി. ഒരു മീൻ കറി ഉണ്ടാക്കുന്ന സമയത്തും നിങ്ങൾ തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് പച്ചമുളകൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കി, ആ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലായാലും നമ്മളെ കറി തിളച്ച് ഇറക്കി വെക്കാൻ സമയത്ത് നിങ്ങൾ കറിവേപ്പില ചേർത്ത് കൊടുക്കി, അപ്പോൾ ആ ഒരു കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മളെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് മതി കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കുരുമുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിലുള്ള നമ്മുടെ നാടൻ കുരുമുളക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നടുഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇതാക്കിയിട്ട് 2 കോഴിമുട്ടയാണ് കേട്ടോ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പം 2 കോഴിമുട്ട, 3 കോഴിമുട്ട, 5 കോഴിമുട്ട, എത്ര കോഴിമുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ കോഴിമുട്ട കൂടുന്നിടത്തോളം ടേസ്റ്റ് കൂടേ ഉള്ളൂ എന്നല്ലാതെ കോഴിമുട്ട കൂടുമ്പം ടേസ്റ്റ് കുറയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അപ്പോൾ ഏതായാലും നമ്മൾ നല്ലൊരു കറി ഇല്ലാത്തൊരു ചോറുണ്ടാക്കല്ലേ. അപ്പോൾ കോഴിമുട്ട വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇനി ഒരു 4 കോഴിമുട്ടൊക്കെ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താലും നമ്മൾ റൈസ് വിളമ്പണ സമയത്ത് ഒരു കുത്തിഞ്ഞാണത്തിലൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നല്ല ഷേപ്പാക്കി വിളമ്പുമ്പോൾ അതിൽ നിന്നൊരു കോഴിമുട്ടൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഒരു മോഡൽ ചോറാവും. അപ്പോൾ ഇതാ ഇതൊക്കെ റെഡി ആയിപ്പോയിക്കും നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്ത് ഞാൻ ഈ സ്പാച്ചിലുകൊണ്ട് ഇളക്കിയിട്ട് ശരിക്കും അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഞാൻ കോരി എടുത്തുകൊണ്ടെന്നാണ്. അതാണ് കേട്ടോ നമ്മൾ ആ ഒരു മസാല ഇളക്കിയ സ്പാച്ചിലായതുകൊണ്ടാണ് ഇതിലിങ്ങനെയൊക്കെ കളറൊക്കെ വരുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടില്ല നമ്മളെ ചോറ് ഒന്നൊന്ന് വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല റൈസാണ്. ഇപ്പം തന്നെ നല്ലൊരു നെയ്ച്ചോറിൻ്റെ മണമാണ് കേട്ടോ. നമ്മൾ ഉള്ളിയും ഒന്നും വാട്ടിയിട്ടില്ല, ഉള്ളിയൊന്നും ഇതിലേക്ക് ഇട്ടിട്ടില്ല. എന്നാലും ആ ഒരു ഏലക്കായും എല്ലാ സംഭവങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നല്ലൊരു മണം വരുന്നുണ്ടിട്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിൽ കറി ഒഴിച്ചിട്ട് ഇതിങ്ങനെയും കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോറ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ഒരു ചോറ് രാത്രി ഞാൻ നെയ്ച്ചോറാക്കിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു 3-4 കോരി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കൊക്കെ മാത്രമാണ് കേട്ടോ. ഉച്ചക്കൊക്കെ എനിക്കിപ്പോൾ കറി ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയൊരു ഐഡിയ ആണിത്. ഞാൻ അത് ഇടയ്ക്ക് ഉണ്ടാക്കണ ഐഡിയ ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഈ തൈര് ഉപയോഗിക്കണില്ല എന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ഉറ്റിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുരു പാത്ത് നിന്നിട്ട് ഇതാ ചോറൊക്കെ ചാടിയപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുരു നല്ലോണം ഒഴിവാക്കുക. അത് നമ്മളെ വയറിലേക്ക് ചെന്നാലും ഒരുപാട് കേടാണ്. അതുപോലെ തന്നെ അത് കഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ചോറ് പിന്നെ വേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് നെയ്യോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല, എന്നാലോ നല്ല അടിപൊളി ചോറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പച്ചപ്പട്ടാണി, അതുപോലെ തന്നെ കുറച്ച് ഇതുണ്ടല്ലോ, എന്താ പറയുക, ചില സാധനത്തിൻ്റെ പേരൊന്നും കിട്ടൂല, അതാണുള്ള കുഴപ്പം. സോയാബീൻ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ. ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു റൈസാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അതൊരു സിമ്പിളായിട്ട് കാണിച്ചു തന്നാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉച്ചയായപ്പോൾ ഇന്നിപ്പോൾ എന്തോ തിരക്കിലൊക്കെ പെട്ടു. രാവിലെ തന്നെ ഓരോ തിരക്കിൽ പെടുമല്ലോ നമ്മൾ. അങ്ങനെ തിരക്കിലൊക്കെ പെട്ടപ്പോൾ എനിക്കെന്താ അറിയോ, ഇനിയിപ്പോൾ കറിയും കൂട്ടാനും ഉണ്ടാക്കാനും ഒരു സമയമില്ല. എന്നാലും ഇതൊക്കെ സ്കൂളിട്ടോളൂ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരില്ലേ. അപ്പോൾ നല്ല ചോറ് കൊടുക്കും വേണ്ട പാവല്ലേ. അപ്പോൾ ഉച്ചവരെയുള്ളൂ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് ടെൻഷനോട് കൂടി വരില്ലേ, എക്സാമിന് എഴുതാൻ കിട്ടാതെയും ഒക്കെ ആകുമ്പോൾ. അപ്പം ഞാൻ നല്ല കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോറായിക്കോട്ടെ. ഈ ഒരു ചോറായോൾ 2-3 നേരം കഴിക്കും. നേരെ മറിച്ച് നമ്മളൊരു വെറും ചോറാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് വന്നാൽ തന്നെ ഭാര്യയൊക്കെ കൊടുക്കണം, ഭയങ്കര മടിയാണ്. ഈ ചോറാകുമ്പോൾ പിന്നെ ഭാര്യയൊന്നും കൊടുക്കണ്ട, വിളമ്പി വെച്ച് കൊടുത്താൽ വേണം, വിളമ്പിനെ തിന്നോളൂ, അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു മരിഭാകുമ്പോൾ പിന്നെ കഴിക്കും. പിന്നെ രാത്രിയിൽ ഒരു 9-10 മണിക്കായിട്ട് ചിലപ്പോൾ ഒരു കഴിക്കാനൊക്കെ ഒരു ആഗ്രഹമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചോറ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. ഇപ്പോൾ കറിയും കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സമയമായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പപ്പടം പൊരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പപ്പടം വേണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്കൊരു സൈഡായിട്ട് ഒരു പപ്പടം, കാരണം തൈരൊന്നും നമുക്ക് ഇതിലേക്ക് പറ്റൂലല്ലോ. ഇനി വേണമെങ്കിൽ ഉള്ളിസുർക്ക ചേർക്കട്ടോ. ഉള്ളിസുർക്ക ഉണ്ടാക്കിയിട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉള്ളിസുർക്ക ഉണ്ടാക്കാം, അങ്ങനെയും കഴിക്കാം. ഇനി ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൂട്ടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് നല്ലൊരു പ്ലേറ്റ് കാലിയാകാനുള്ള വകുപ്പൊക്കെ ഈ ഒരു ചോറിന് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം മണമുണ്ട് ഒക്കെയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും വേണം. പിന്നെ അതുപോലെ തന്നെ ഇത്തരം ചോറുകളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഫാമിലി ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് അയച്ചും കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിച്ച് തരണം. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങളിതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം വിശന്നിട്ട് കുടൽ കരിഞ്ഞൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ രാവിലെ ചായ കുടിച്ചാൽ പിന്നെ രാവിലെ ചായ അടിച്ചാൽ പിന്നെ ഉച്ചക്ക് തന്നെ കഴിക്കാമെന്നല്ല, പക്ഷെ നമുക്ക് ചില ദിവസത്തെ ചായൻ്റെ ആ ഒരു കുടി ചിലപ്പോൾ ശരിക്കൊരു സുഖം കിട്ടാത്ത ദിവസങ്ങൾ, ആ ഒരു ദിവസമായിട്ടൊന്ന്. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.